പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്. അതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം, പിന്നെ ഡ്രൈ ക്ലീനർ വേണം, വാട്ടർ വേണം, കൂടാതെ ബലൂൺ വേണം, പിന്നെ നമ്മൾ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്ത കുഞ്ഞിക്കല്ലിൻ്റെ ഈ ഉണ്ടകൾ വേണം, അതിന് ബോൾസ് വേണം. അതിന് നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലേക്ക് എടുക്കാം. ഫസ്റ്റാണ് നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്ത കുഞ്ഞിക്കല്ലിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രൈ ക്ലീനർ, നമ്മുടെ പൈപ്പ് നമ്മുടെ വാഷ് ബേസിൻ പൈപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതൊന്ന് ഇത്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ ബലൂണിലേക്ക് ഈ പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബലൂൺ ഒന്ന് നല്ല വിധം ഒന്ന് തുറന്ന് ഈ ബോട്ടിൻ്റെ അടുത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് റിയാക്ഷൻ സംഭവിക്കാൻ പോകുന്നത്. അതിന് ഇത്തിരി ടൈം പിടിക്കും. കുറച്ച് നേരം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും കുറേ ബബിൾസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആകുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ. ഇനി നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത്തിരി നേരം കൂടി വെയിറ്റ് ചെയ്യാം പൊന്തി വരാൻ വേണ്ടി. ഇത് വീർത്ത് തന്നെ വന്നാൽ മാത്രമേ നമുക്ക് ഇത് ഹൈഡ്രജൻ ബലൂൺ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതെ നല്ല വീർത്ത് വരാൻ തുടങ്ങി, ചെറിയ ഹെയർ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ ഹൈഡ്രജൻ വരാൻ തുടങ്ങി. ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. എന്നാൽ മാത്രമേ നമുക്ക് ഹൈഡ്രജൻ ബലൂണായി ഇത് കിട്ടുള്ളൂ. സുഹൃത്തുക്കളായി ഇപ്പം നമ്മുടെ ബലൂൺ ഏകദേശം വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വരാനും മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ ഇത് ചില്ലുകുപ്പിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സോതെർമിക് റിയാക്ഷൻ നമുക്ക് ചില്ലുകുപ്പിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പി ചെയ്താൽ അത് ഉരുകിപ്പോവും. അത് കാരണം ഈ എക്സോതെർമിക് ചില്ലിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് നമുക്കത് നേരെ ബലൂൺ നേരെ കെട്ടാൻ നമുക്ക്.
നമ്മുടെ ബലൂൺ റെഡി ആയിട്ടുണ്ട്, ഇപ്പം കാണാം. അപ്പോൾ ഇത് തന്നെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ച വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കുറേ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.